നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്ന എനർജിയിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, നമ്മുടെ ഷോ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഒരു കാര്യവുമില്ല, നെഗറ്റീവ് ഇവിടെ വർക്ക്ഔട്ട് ആവില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ തിയറിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും നല്ല കാര്യങ്ങളാണെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതായിരിക്കും. നമ്മുടെ ഷോയുടെ വിജയവും അത് തന്നെയാണ്. കാരണം കാണുന്ന ആൾക്കാർക്ക് എനർജറ്റിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ആ സ്മാർട്ട്നെസ്സും ആ എനർജിയും അതുപോലെ ഇവിടെ ചിരിയുടെ പൂരവുമാണ് നടക്കുന്നത്. ദീപ, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഷോയില് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വന്നു തുടങ്ങിയ എപ്പിസോഡ് മുതൽ എനിക്ക് ഒരുപാട് ഇൻബോക്സ് മെസ്സേജ് വരാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ സാധിക്കുക, ഞങ്ങൾ ഇന്ന് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അതിനിടയിൽ ഒരു പയ്യൻ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, നിങ്ങളെല്ലാം പെൺകുട്ടികളാണ് കൊണ്ടുവരുന്നത്. ചോദിക്കുന്നുണ്ട്. അതിൽ ഈ പയ്യൻ പറഞ്ഞെന്നറിയോ, എന്റെ ലൈന് ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമോ, കാരണം അവളുമായിട്ട് ട്രിപ്പ് പോകാനൊരു ചാൻസ് ആണെന്ന് പറഞ്ഞു. ഐഡിയ ആണെന്നാണ്. എനിവേ, നമുക്ക് ഈ പറഞ്ഞതുപോലെ പുതുപുത്തൻ ഒരു എപ്പിസോഡിന് തുടക്കമാണ്. Let's welcome an energizing episode of Boing Boing. എന്തായാലും നമ്മുടെ ഷോയിൽ ഈ കാണുന്ന പ്രേക്ഷകർ എപ്പോഴും പറയും, നിങ്ങളുടെ ഷോ കണ്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോകുന്ന അറിയുന്നില്ല. കാരണം ചിരിയാണ്. അതുപോലെ ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ്, ചില ആൾക്കാർ പറയാറുണ്ട് ഓരോ മത്സരം കഴിയുമ്പോൾ ജില്ലു ബില്ലു പിള്ളേരോടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന അവരെ തള്ളിയിടുന്ന ശരിയല്ല, ഇവിടുത്തെ ബാഹുബലി ബോയ്സ് ഇവരെ കിടന്ന് ആക്രമിക്കുന്ന ശരിയല്ല. ജില്ലു ബില്ലുവിനും ഭയങ്കര ആരോപണങ്ങളുണ്ട്. എന്റെ നാട്ടിലൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ തല്ലാൻ നിൽക്കുകയാണ്. ഇത്രയും മെനക്കെട്ടിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവരെ തള്ളി വിടുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അതിനകത്ത് ആദ്യം ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങൾ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള കമന്റ്സ് പറയുന്നത്. അത് നമ്മുടെ ഷോയെ ആക്സെപ്റ്റ് ചെയ്തതിന് ഒരു ഉദാഹരണമാണ്. എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. പതുപോലെ പ്രേക്ഷകരിൽ നിന്നും നല്ല ചുണക്കുട്ടികളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇന്നും വന്നിരിക്കുന്നത്. സൂര്യ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങൾ ഊതിക്കാച്ചിയെടുത്ത 6 മിടുക്കികളാണ് ഇന്ന് വന്നിട്ടുള്ളത്. So let's welcome a smart girls from Team A and Team B. Team A യിൽ നമുക്ക് ആദ്യം പരിചയപ്പെടാം. Let's welcome പൂജ. പൂജാബിംബം നീ തുറന്നു. ഈ സെലിബ്രിറ്റീസ് മാറി പ്രേക്ഷകർ വന്നാലും നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. കുട്ടിക്ക് ഒരു സന്തോഷമായി കേട്ടോ. കുട്ടി ആകെ ടെൻഷനിലാണ്. അപ്പൊ ഞാൻ പാട്ട് പാടി ഇല്ല, ഇവൻ നന്നായിട്ട് പാടും. നല്ലൊരു പാട്ട് പൂജയ്ക്ക് വേണ്ടി. സാരി സസരി സസരി സസാരി സരീരി നീനി രീരി നീനി മഗരി ഗരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാഗരി രി ഗാഗരി രി സരിഗമ പാദ പപപദ പാദ സാസദാദ സാസദാദ സരിഗമ സാരി സസരി സസരി സമദരി. ഇവൻ നന്നാവില്ലെന്ന്. നിനക്ക് എന്താണ് ആക്ച്വലി പ്രശ്നം? എനിക്ക് ആ കുട്ടി ചോദിച്ചു, ആ കുട്ടിക്ക് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് എന്റെ കയ്യിലുള്ള സാധനം ഞാൻ കൊടുത്തു. കുട്ടി ഒരു പൂവ് ചോദിച്ചു, സൂരജ് ഒരു പൂക്കാലം തന്നെ എടുത്തു കൊടുത്തു. വസന്തം തന്നു കുട്ടിക്ക്. പൂജ, നമ്മുടെ ബോയിങ് ബോയ് ഷോ കാണാറുണ്ടോ? എന്താണ് നിങ്ങൾ കണ്ടസ്റ്റൻസ് പ്രേക്ഷകരിൽ നിന്ന് വരുമ്പോൾ ഒരു അനുഭവം എന്ന് പറയുമ്പോ ഈ ഗെയിം ഒക്കെ കാണുമ്പോ ആദ്യമായിട്ട് ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ നല്ല രസമാണൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് മതി. ഇനി അടിച്ചു പൊളിക്കാന്ന് ഒരു മെന്റാലിറ്റി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും. വേറൊരു കാര്യം അറിയോ സൂരജ്, നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കഴിവ്. ഇന്ന് ടീം എയിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് മിക്കവരും അവർ ഡാൻസേഴ്സ് ആണ്. പൂജ നല്ലൊരു ഡാൻസർ ആണ് അല്ലേ? പൂജ എങ്ങനത്തെ ഡാൻസാണ് കൂടുതലും ചെയ്യുന്നത്? ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഒരു 17-18 ഇയേഴ്സ് ആയിട്ട്. ക്ലാസിക്കൽ മീൻസ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അതെ അതെ. എന്തായാലും ഈ വേദിയിൽ വരുന്ന പെർഫോമൻസിനെ ഒരിക്കലും നമ്മൾ വെറുതെ അങ്ങനെ കൈ പൂട്ടി വിടാറില്ല. മുരുക, ഈ കുട്ടിക്കായിട്ട് നമുക്കൊരു മ്യൂസിക് തയ്യാറായിക്കോളൂ. വരൂ. കൺകണത്ത് കണ്ണോട് കട്ടയിട്ട് പിരിവതില്ലേ. അടുത്ത ടീം എയിൽ ഇതും നല്ലൊരു ഒന്നാം തരം ഡാൻസർ തന്നെയാണ്. ലെറ്റ്സ് വെൽക്കം രേഷ്മ. രേഷ്മയുടെ ഐറ്റം എന്താ? കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ തന്നെയാണ്. സിനിമാറ്റിക് ഡാൻസ് എല്ലാം കളിക്കും. എന്താണ് കളിക്കും? അത്യാവശ്യം. നിങ്ങൾ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല അനുഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തമാശയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അനുഭവം ഇഷ്ടംപോലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ നോക്കിക്കും, വെറുതെ നോക്കി നിൽക്കും. ഓക്കെ, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇരിക്കുന്ന ലുക്ക് കണ്ടേ അറിയാം, ആള് ഒരു ഒന്നൊന്നര സംഭവമാണ്. അതിനു മുന്നേ സൂരജിന് ഞാനൊരു വാർണിംഗ് കൊടുക്കട്ടെ. സൂരജ്, ആ കുട്ടി ഒരു നല്ലൊരു ബോക്സറാണ്. ആ കുട്ടിയുടെ പേരാണ് ഗസൽ. തലയിൽ എന്താണ് ഈ പാടത്ത് വരമ്പ് വെച്ച പോലെ ഒരു സംഭവം? ശരി, ബോക്സർ എന്തായാലും അവിടെ നിർത്താൻ പറ്റില്ല. വരൂ.
എന്താ ബോക്സിംഗിൽ എന്താ കളി? ബോക്സിംഗിൽ അവന്റെ മൂക്കിടിച്ച് പരത്തുന്ന ഒരു സ്റ്റെപ്പ് സ്വന്തം കാണിച്ചത്. ടീം ക്യാപ്റ്റൻ ആണ്. ഇടിക്കുന്നതല്ല മൂക്കില്ലേ? ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെ ഷാഡോ ബോക്സിംഗ് ചെയ്യും. ഓക്കെ, ഷാഡോ ബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ടീം എയിലെ കുട്ടികളൊന്നും നിസ്സാരക്കാരല്ലാതെ മനസ്സിലായല്ലോ. ഡാൻസേഴ്സും അടിപിടിക്കാരും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ടീം എ പരിചയപ്പെട്ടു. ഇനി അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ടീം ബി യെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ടീം ബിയിൽ ആദ്യയിരിക്കുന്ന ആളുടെ പേര് ദാറ്റ് ഈസ് അഞ്ജുശ്രീ. അഞ്ജുശ്രീ ഒരു അടിപൊളി ഡാൻസർ ആണ്. അഞ്ജുശ്രീ, അഞ്ജുശ്രീ എവിടെന്നാ വരുന്നത്? ഞാൻ തലശ്ശേരിന്നായിരുന്നു. എന്റെ നാട്ടുകാരിയാണ്. നമ്മുടെ കണ്ണൂര് ശ്രീകണ്ഠാപുരം തലശ്ശേരി അടുത്തടുത്ത തലശ്ശേരിയിൽ ഇവന്റെ ഫ്ലക്സ് ബോർഡ് കണ്ടോ? ആ കണ്ടിന്. കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും സത്യം പറ. യെസ്. പറയൂ, ബോയിങ് ഷോ കാണാറുണ്ടോ? ഓ യെസ്. ഇവര് ഡാൻസേഴ്സ് കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ റാം ഷോ ഒക്കെ? യാ, റാം ഷോ. അടിപൊളി. തൊട്ടപ്പുറത്ത് കൈതച്ചക്കയുടെ മേലെയുള്ള ആ ഒരു മുടി പോലെ മുടിയുള്ള ആ ഒരു കുട്ടിയുടെ പേരാണ് ഷാലു. ഷാലു ഒരു അടിപൊളി ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസറാണ്. ഷാലു എവിടെ വരുന്നേ? കൊച്ചി. കൊച്ചിക്കാരിയാണ്. ടി വി ഷോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞു. ഒരുപാട് ചെയ്യാറുണ്ടോ സ്റ്റേജ് ഷോ ഒക്കെ? ഞങ്ങ ഒരു ടീമാണ്, താണ്ഡവ് എന്ന് പറഞ്ഞിട്ടൊരു ടീം. എങ്ങനത്തെ പെർഫോമൻസ് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത്? എല്ലാം ചെയ്യും, എല്ലാ ടൈപ്പും ചെയ്യും. ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പൊ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്വിസ്റ്റ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആ മുടി കുറഞ്ഞ ആള്, ഇതെന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. മുടി മുറിച്ച ആൾക്കാരൊക്കെ എന്തോ ഒരു വെറൈറ്റി ആണ്. മൂപ്പരുടെ പേര് സാന്ദ്ര എന്നാണ്. സാന്ദ്ര ഒരു അടിപൊളി ബോക്സറാണ്. നിങ്ങൾ ബോക്സേഴ്സിനൊക്കെ മുടി മുറിക്കണം നിർബന്ധമുണ്ടോ? അല്ല, ഞാന് അത്ലറ്റിക്സ് ചെയ്യുവാണിപ്പോ. അപ്പൊ പോൾ വാൾട്ട് ചെയ്യാൻ നേരത്തെ അങ്ങനെ വെട്ടിയതാണ്. മാർഷൽ ആർട്സ് പഠിക്കുന്ന ആൾക്കാർ ആദ്യം പഠിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് ഏറ്റവും വേണ്ടത് പേഷ്യൻസ് ആണ്. ക്ഷമയാണ് ഒരു ഏറ്റവും വലിയ ആയുധം. അങ്ങനെയല്ലേ പറയുന്നത്? ഈ പോൾ അങ്ങനെ പറയാറില്ല. ഏത് അവസരത്തിൽ വേണം എടുത്ത് യൂസ് ചെയ്യാം. ഈ ഒരു ആവേശത്തോടുകൂടി തന്നെ നമുക്ക് ആദ്യത്തെ ഗെയിം പരിചയപ്പെടാം. That is സവാരി ഗിരിഗിരി. സവാരി ഗിരിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഈ മല്ലന്മാരെ തന്നെയാണ്. ബാഹുബലി ബോയ്സ്. എന്തായാലും നമ്മുടെ സവാരിഗിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ റാം വാക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു പാത്ത് വേ ഉണ്ട്. അതുപോലെ രണ്ട് സൈഡ് 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. 12 ബക്കറ്റ് വെള്ളവും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റുകളുമായി ആ സൈഡിലേക്ക് പോയിട്ട് അതാത് ബീക്കറുകൾ നിറക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ടീം എയുടെ ബക്കറ്റ് റൈറ്റ് സൈഡിലുള്ളതാണ്, ടീം ബിയുടെ ലെഫ്റ്റ് സൈഡ് ആണ്. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ പോകുന്ന സമയത്ത് കയ്യിൽ 2 ബക്കറ്റ് വെള്ളമായിട്ട് ഈ കിക്കറി ഫ്ലോറിൽ കൂടെ പോവുക. പോകുന്ന സമയത്ത് ഇൻ കേസ് കയ്യിൽ നിന്ന് ബക്കറ്റ് പോയി കഴിഞ്ഞാൽ തിരികെ വന്ന് ബക്കറ്റ് എടുത്ത് ഈ റാം ഫിനിഷ് ചെയ്തിട്ട് വേണം തിരികെ വരാൻ. തിരികെ വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ബക്കറ്റ് ഫില്ല് ചെയ്യുന്ന ടീമിന് 300 പോയിന്റ് കിട്ടും, ഓപ്പോസിറ്റ് ടീമിന് 0 ആയിരിക്കും കിട്ടുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഗയ്സ്. അപ്പോൾ ആദ്യം സവാരിഗിരി മത്സരിക്കാനായിട്ട് നമുക്ക് ടീം എ ക്ഷണിക്കാം. ടീം എ പ്ലീസ് കം. ആദ്യം മത്സരിക്കാൻ ടീം എയിൽ നിന്ന് വരുന്നത് പൂജ. പൂജക്കുള്ള ആയുധങ്ങൾ ഇതാ. പൂജ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. ഈ ബക്കറ്റ് എടുക്ക്. ഇറങ്ങരുത്, ഇറങ്ങിപ്പോ. ബക്കറ്റ് എടുത്തറ. Your time starts now. 3, 2, 1 go. Very good.
അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ബോക്സർ ആണ് ഗസൽ. ബോക്സറിന്റെ പവർ ഇന്ന് കാണും. All the best, Gazal. Your time starts now. 3, 2, 1, go. ബോക്സറിന്റെ ഫൈറ്റിലേക്ക് പോകുന്നു. മലത്തി അടിച്ചിരിക്കുന്നു. രണ്ടെണ്ണം കൊടുത്തോ, രണ്ടെണ്ണം ഇടി കൊടുത്തോ. ഇനി പോകാൻ പോകുന്നത് പൂജയാണ്. Again, പൂജ പുഷ്പമായി പോകുന്നതല്ല, 2 ബക്കറ്റ് വെള്ളവുമായിട്ടാണ് പോകുന്നത്. ഓൾ ദ ബെസ്റ്റ് പൂജ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. അമ്പടാ. നിറങ്ങിപ്പോ, നിറങ്ങിപ്പോ. അതന്നെ. Good, ഗുഡ് very ഗുഡ്. good. നൈസ് സ്ട്രാറ്റജി. വെരി ഗുഡ്. സൂപ്പർ. വീണ്ടും ടീം എയിൽ നിന്ന് സവാരിഗിരിയിൽ മല്ലന്മാരോട് പോരാടാനായിട്ട് ദാ വരുന്നു രേഷ്മ. ഓൾ ദ ബെസ്റ്റ്. രേഷ്മ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. അയ്യോ ബക്കറ്റ് ബക്കറ്റ്. അയ്യോ ഞാനില്ലേ, എനിക്ക് വയ്യേ. വെള്ളമുണ്ട്, കളയരുത്. Now, 3, 2, 1, go. ബക്കറ്റ് പൊക്കി വിട്, ബക്കറ്റ് പൊക്കി വിട്. അവിടെ ഇറങ്ങിക്കോ, അവിടെ ഇറങ്ങിക്കോ. അവിടെ ഇറങ്ങിക്കോ. മതി, പൊക്കോ. കോഴി എടുത്തണ്ട ഭയങ്കര. സോ എന്തായാലും സവാരിഗിരി മത്സരം ടീം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? ഭയങ്കര എനർജറ്റിക് ആണ്. അടുത്ത ആൾ ഗസൽ. ഗസൽ ഫുൾ ഉടായിപ്പായിരുന്നു. അത് ഗസൽ പറയുന്നുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഇവർക്ക് 2 എണ്ണം കൊടുക്കാന്ന്. പിന്നെ 2 ഇടി കൊടുക്കുന്നത് മറന്നുപോയി. എങ്ങനെയുണ്ട് മത്സരം? നന്നായിട്ടുണ്ട്. എൻജോയ് ചെയ്തോ? ഓക്കെ. അടുത്ത ആള് പൂജ ഇവിടുന്ന് ഉരുൾ നേർച്ച പോലെ കമഴ്ന്നൊക്കെ പോകുന്നുണ്ട്. എന്താണത്? സമ്മർ സോൾട്ട് ട്രൈ ചെയ്തതാണ്. തലമുത്തി പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെയ്തു. എന്തായാലും ടീം എ അവർക്ക് സാധിക്കുന്ന വെള്ളം റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ നിറച്ചിട്ടുണ്ട്. ടീം ബിക്ക് എത്ര സാധിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊരു ചെറിയൊരു ഇടവേള. This is Boing Boing. Have a short break. Boing boing. Boing boing. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്. അപ്പോ ഒന്നാമത്തെ റൗണ്ടില് സവാരിഗിരിയില് ടീം എയുടെ ആ ഒരു അംഗം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ പടക്കുതിരകളെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. So well, Team B, please come. Baha kiliki raha kiliki pipi filifi jivla kroiki unodu nomu o chao damba bugo kiliki. Baha kiliki raha kiliki pipi filifi jivla kroiki unodu
പറയൂ ഈ നമ്മുടെ ആദ്യത്തെ ടീം എയുടെ മത്സരം കണ്ടു കഴിഞ്ഞപ്പോ എന്താണ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇതൊന്നും എനിക്കൊന്നും അല്ല. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? പൂവർ ബോയ്സ്. ബാഹുബലി ബോയ്സിനോട് പറയണ്ട, എന്തെങ്കിലും പറയണ്ട ബാഹുബലി ബോയ്സിന്. മെല്ലനൊക്കെ ചവിട്ടണം. പിന്നെ എന്തിനാ പൂവർ ബോയ്സ് എന്ന് പറഞ്ഞ്? അടുത്താണ് ഇവരെന്താണ്? ചാലുവിന് എന്താ പറയാനുള്ള അവരോട്? ഈ ഇവിടെ സാധാരണ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. കാരണം ബാഹുബലി ബോയ്സിനോട് ഇവിടെ വരുന്ന പെൺകുട്ടികൾ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കും. ഒന്ന് സ്വീറ്റ് ആയിട്ട് പറ. ചേട്ടാ പയ്യെ ചവിട്ടണേ. ആയിക്കോട്ടെ, അധികം വേദനിപ്പിക്കല്ലേ. ഇല്ല ശരി, അടുത്താള്. മുത്തിന് ചവിട്ടില്ലടാ. ബോക്സിംഗ് അറിയാം. ബോക്സിംഗ് എന്തോ സാന്ദ്ര എന്താ ചെയ്യാൻ പോണേ? ഇതൊക്കെ ചെറുത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ ടീമിനെ ഞാൻ ജയിപ്പിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടിക്കും. അത്രേ ഉള്ളൂ. ബാഹുബലി സൂക്ഷിച്ചോ. അഞ്ജുശ്രീയാണ് ആദ്യം നമ്മുടെ ഈ ഒരു ദൗത്യവുമായിട്ട് അഞ്ജുശ്രീ കടക്കാൻ പോകുന്നത്. അഞ്ജുശ്രീ, ഓൾ ദ ബെസ്റ്റ് ടു യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Chalu, all the best to you. Your time starts now. 3, 2, 1, go. ആ ബക്കറ്റ് എടുക്ക്, അത് പിടിക്ക്. Sandra, ഇവരൊക്കെ ഞാൻ വിട്ടു, നിന്നിലാണ് ഒരു പ്രതീക്ഷ. Sandra, ബോക്സിംഗ് ഒക്കെ ഉള്ളതാണ്. Sandra, your time starts now. 3, 2, 1, go. കളയരുത്. ആ ഒന്ന് കളയരുത്. അടിപൊളി. Very good. അയ്യോ, സാന്ദ്ര നല്ല ട്രൈ ആയിരുന്നു. Okay, very good. Anjusri, team B Anjusri, all the best to you. Your time starts now. 3, 2, 1, go. വിടല്ലേ. അവിടെ നിറയ്ക്കോ. Team B യിൽ വരാൻ പോകുന്നത് ഷാനു, all the best to you. Your time starts now. 3, 2, 1, go. സെന്റർ. ദൂരെ
സൂരജിന്റെ ആകെ പ്രതീക്ഷ തുറപ്പുകുലാനും സാന്ദ്രയിലാണ്. സാന്ദ്ര, all the best to you. ഈ Your രണ്ട് time starts now. 3, 2, 1, go. ഒറ്റോട്ട് ഓട് ഓട് ഓട്. Go. Very good. Go. സൂരജ്, എന്തായാലും ഇവരുടെ അനുഭവം ചോദിക്കാം. ഇവർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട്. ഇതിപ്പോ ഏറ്റവും ദാരുണമായ അനുഭവം എന്റേതാ. ഇവരത് ശരി കണ്ടോണ്ടിരുന്നത്. ശരി, നിന്റെ അനുഭവം ആദ്യം പറ. ഞാന് വലിയ പ്രതീക്ഷിച്ച കുട്ടികളാണ്. ബോക്സറാണ്, ആനയാണ്, തേങ്ങയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഊതിക്കാച്ച പൊന്നെന്ന് പറഞ്ഞത്. ഇതിപ്പോ അടുപ്പിൽ വീണ പൊന്നായി പോയി. ഇല്ലില്ല, ആറിയ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞതായി. ഓക്കെ, അടുത്ത പറയ് സാന്ദ്ര. സാന്ദ്ര, നിങ്ങൾ എന്താ പറഞ്ഞു? സാന്ദ്ര, എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ വിധി എപ്പോഴും മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ഈ ബാഹുബലി ബോയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ അവര് നല്ല ബോക്സേഴ്സ് അല്ലേ നിങ്ങളെക്കാളും? സൂരജ്, അവിടെ ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ചോദിച്ചു ബാഹുബലി ബോയ്സിനെ കുറിച്ച്. അപ്പൊ ഇവിടെ എന്താ പറയുക, അടിപൊളി ചേട്ടന്മാരെന്ന്. അല്ല, നിങ്ങളെക്കാളും നല്ല ബോക്സേഴ്സ് അല്ലേ അവര്? അവര് കൈ കൊണ്ടല്ലോ ചവിട്ടല്ലേ. കാലുകൊണ്ടാണെങ്കിൽ നമ്മൾ പൊളിച്ചേനെ. നിങ്ങൾക്ക് ഞങ്ങളായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അടുത്ത ആളിന് എന്താ പറയാനുള്ളത്? ഞാൻ ഇത്രയും പ്രേമത്തോടെ പറഞ്ഞിട്ട് ഈ റൊമാൻസ് വർക്ക്ഔട്ട് ആവുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രം ഉപയോഗിക്കാം. ശരി, അടുത്ത ആളിന് എന്താണ്? എനിക്കൊന്നും പറയാൻ ഒന്നും പറയില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ആ സന്തോഷത്തോടെ പറയുന്നു ടീം എ ആണ് വിജയിച്ചിരിക്കുന്നത്. They got 300 points. ഈ സങ്കടത്തിനിടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കണം. This is boy, have a short break. യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്. അപ്പോ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നു. ആ റൗണ്ട് ഏറ്റവും ആവേശകരമായിട്ടുള്ള മറ്റൊന്നായിരിക്കും. ഒന്നാമത്തിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്നു, ഞങ്ങൾ പുറകിൽ നിൽക്കുന്നു. ഇതിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. രണ്ടാമത്തെ റൗണ്ടിന്റെ പേരാണ് തോമസ് ഊട്ടി വിട്ടോള. തോമസ് കുട്ടി വിട്ടോള റൗണ്ടിന്റെ പ്രത്യേകത, രണ്ട് സൈഡിൽ ഹാമർ അടുക്കിയിരിക്കുന്നതാണ്, ഒരു റോളിംഗ് ട്യൂബ് കാണാം, ഡോങ് തൂക്കിയിരിക്കുന്നതാണ്. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റൺ കേട്ടതിന് ശേഷം മാത്രം ഓടിപ്പോയി ആരാണോ ഡോങ്ങിൽ ആദ്യം അടിക്കുന്ന അവർക്കാണ് ഉത്തരം പറയാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോ ഡോങ്ങിൽ അടിച്ചു കഴിഞ്ഞാൽ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 50 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ശ്രദ്ധിക്കേണ്ടത്, ഹാമർ വലിച്ചെറിയാൻ പാടില്ല. ഓക്കെ, റെഡി? ടീം എയിൽ നിന്ന് തോമസ് കുട്ടി വിട്ടോള റൗണ്ടിൽ ആദ്യം മത്സരിക്കാൻ വരുന്ന പൂജ. ടീം ബിയിൽ നിന്ന് അഞ്ജുശ്രീ. ഓൾ ദ ബെസ്റ്റ്. പൂജ, അഞ്ജുശ്രീ, ഓൾ സെറ്റ്. നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഹാമർ ഡോങ്ങിൽ വലിച്ചെറിയാൻ പാടില്ല. റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. ചോദ്യം ഇതാണ്, മീശ പിരിച്ചതിന് ശേഷം മോഷണം നടത്തുന്ന പ്രശസ്തനായ കള്ളൻ ആരാണ്? Your time starts now. 3, 2, 1, go. ആദ്യം ഡോങ് അടിച്ചിരിക്കുന്ന പൂജയാണ് ടീം എയിൽ നിന്ന്. പൂജ, ഒരിക്കൽ കൂടെ ചോദ്യം പറഞ്ഞോ, മീശ പിരിച്ചതിന് ശേഷം മോഷണം നടത്തുന്ന പ്രശസ്തനായ കള്ളൻ ആരാണ്? ആരാണ്? വീരപ്പൻ. വീരപ്പനാ? Yes, മുരുക, ഇത് കറക്റ്റ് ആണോ? അടുത്ത ആള് മീശ മാധവൻ. മുരുക, ഈ ഉത്തരം കറക്റ്റ് ആണോ? ഞാനിവിടെ വീരപ്പന്റെ കൂടെയായിരുന്നോ ജോലി? അത് കറക്കി കുത്തിയതാണ്. എന്നാലും വീരപ്പൻ മീശ വിരിച്ചിട്ടാണ് മോഷണം നടത്തുന്നത് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ മൂപ്പരുടെ പണി മോഷണമാണെന്ന് ആരാ പറഞ്ഞത്? കേട്ടപ്പോ വീരപ്പൻ മീശ. മാത്രമേ എനിക്ക് അറിയുള്ളൂ. ദൈവമേ. ഓക്കെ, എനിവേ എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. രണ്ടുപേരും സൂപ്പർ ഡാൻസേഴ്സ് ആണ്, പ്രൊഫഷണൽ ഡാൻസേഴ്സ് അപ്പൊ ആണ്. എന്തായാലും തോറ്റ ആള് എന്തായാലും നല്ലൊരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാം. മ്യൂസിക് പ്ലീസ്.
തോമസ് കുട്ടി വിട്ടോണ റൗണ്ടിൽ ആദ്യത്തെ രണ്ടുപേര് പോകുന്ന സമയത്ത് ടീം ബിക്കാണ് 50 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. വെരി ഗുഡ്. ടീം എ 0 ആണ്. ടീം എയിൽ നിന്ന് അടുത്ത് മത്സരിക്കാൻ വരുന്ന രേഷ്മ. ടീം ബിയിൽ നിന്ന് ചോദ്യമാണ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ, ഫണ്ണി ക്വസ്റ്റ്യൻ ഒക്കെ പറയാൻ നന്നായിട്ട് അറിയാം. നിങ്ങൾ അടുക്കളയിലൊക്കെ കയറുന്ന ആൾക്കാരാണെങ്കിൽ അറിയും. എന്റെ തൊലി എടുത്താൽ ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. ആരാണ് ഞാൻ? എന്റെ തൊലി എടുത്താൽ ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. Your time starts now. 3, 2, 1, go. ഒരിക്കലും ചോദ്യം പറഞ്ഞു. എന്റെ തൊലി എടുത്താൽ ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. ആരാണ് ഞാൻ? സവാള. സവാള. ഉത്തരം ശരിയാണോ മുരുക? ഷാലുവിനൊരു പണിഷ്മെന്റ്, അതായത് ആ ട്യൂബ് അവിടെ കാണാം. ട്യൂബ് എടുത്ത് ദേഹത്തൂടെ കയറ്റുക, എന്നിട്ട് നീന്തുക. എന്തായാലും ഞാൻ തോമസ് കുട്ടി വിട്ടണ റൗണ്ട് രണ്ടാമത് പോകുമ്പോൾ ടീം എക്ക് 50 പോയിന്റ്സ് കിട്ടി. സ്റ്റിൽ ടീം ബിയും 50 പോയിന്റ്സ് ആണ്. ടൈ പൊസിഷൻ ആണ് ഇപ്പോ. അപ്പൊ ടീം എയിൽ നിന്ന് വീണ്ടും ക്ഷണിക്കുന്നു ഗസൽ. ടീം ബിയിൽ പോകേണ്ടേ, ഈ പാട്ട് ഏത് സിനിമയിലാണ്? ഏത് സിനിമയിലാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, റൺ. ടീം എ ആണ് ഡോങ് ആദ്യം അടിച്ചിരിക്കുന്നത്. ചോദ്യം, ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. ഇത് ഏത് സിനിമയിലാണ്? കമോൺ ഇന്ത്യ. ഏത് സിനിമയിലാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, അവിടുന്ന് പറഞ്ഞു കൊടുക്കരുത്. ക്യാമറ കാണുന്നുണ്ട്. ഒരു സദ്യയൊക്കെ ഒരുക്കുന്ന സിനിമയാണ്. ഇല്ല. അടുത്ത ആള്, നെക്സ്റ്റ് ആള്. കമോൺ. പറഞ്ഞിട്ടില്ലെങ്കിൽ ബോക്സർ ഞാൻ അടിക്കും. ബോക്സറാണ് ഞാൻ. കല്യാണരാമൻ. കല്യാണം കളിച്ചാണോ മൃഗ? തോമസ് കുട്ടി വിട്ടോണ റൗണ്ടിൽ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്ന 50 പോയിന്റ്സ്, ടീം ബി ടോട്ടൽ 100 പോയിന്റ്. വെരി ഗുഡ്. അപ്പൊ ലാസ്റ്റ് ആ ഒരു റൗണ്ടിൽ എനിക്ക് മനസ്സിലായ കാര്യമുണ്ടോ? നിങ്ങളുടെ ടീമിലെ ബോക്സർ ഞങ്ങളുടെ ടീമിലെ ബോക്സർ തോൽപ്പിച്ചു. സോ അവർ തമ്മിൽ ഒരു ബോക്സിംഗ് കൂടി അവിടെ നടന്നു. അല്ല, നമ്മുടെ ടീമിന്റെ പ്രത്യേകം സിനിമ കാണാറില്ല, പക്ഷെ ഇവർ ഓട്ടപ്പന്തയത്തിൽ ജയിക്കും. അതൊക്കെ മനസ്സിലായി. അപ്പൊ ഒരു ചാൻസ് കൊടുത്താലോ? ഈ രണ്ട് ബോക്സേഴ്സും തമ്മിൽ നമുക്ക് ഡയറക്റ്റ് മുട്ടിച്ചാലോ? ശരിയാണ് അല്ലേ? ഫയൽമാനും രണ്ട് ഫയൽമാനും തമ്മിൽ ചെറിയൊരു
Anyways, ഈ മത്സരത്തിന്റെ ബഹളവും ആരവവും ഒന്നും ഇവിടെ കഴിയുന്നില്ല. ഞങ്ങൾ ഒരു ഇടവേള എടുക്കുകയാണ്. This is Boing Boing. Have a short break. Boing boing. Boing boing. യെസ് വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മാറി മറിയുന്ന ഏറ്റവും ആവേശം നിറഞ്ഞ ഗെയിം ദാറ്റ് ഈസ് താമരശ്ശേരി ചുരം. ഓക്കെ, ഇനി ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം എയും ടീം ബിയും ഓൾ സെറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോൾസ് കയ്യിലെടുക്കാം. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. Your time starts now. 3, 2, 1, go. Hey, good job, good job. Very good, very good. Good job, good job, good job. Very good, Kasal. Very good. Super job, super, super. Good job, good job. അതന്നെ good. Last 1 minute. Good job. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം.
ഏറ്റവും ആവേശം നിറഞ്ഞ താമരശ്ശേരി ചുരവും കയറി ഇറങ്ങി ആ ഒരു മത്സരത്തിനും കൊടിയിറങ്ങി. ഇനിയിപ്പോ സ്കോർ അറിയേണ്ട നിമിഷമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. പൊളിച്ചടിക്ക് ഒന്നും പറയാനില്ല. ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താമരശ്ശേരി ചോറ്. താമരശ്ശേരി ചുരം. പക്ഷെ കേറാൻ പറ്റിയില്ലല്ലോ. അതായിരുന്നു സൂപ്പർ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. പറഞ്ഞേ ഷാലു, എങ്ങനെയുണ്ടായിരുന്നു ഷാലുവിന്റെ എക്സ്പീരിയൻസ്? മറക്കില്ല ഈ ദിവസം ഞാൻ ഒരിക്കലും. ഞാനും മറക്കൂല ഷാലുവിനെ. അടുത്ത ആള്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേറൂന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റത്തെ ആ ഒരു ഇത് ഒരു സ്പാർക്ക് അതന്നെ അങ്ങ് കേറിപ്പോയി. ഞാൻ ഇവിടുന്ന് കണ്ണൂരിട്ടി കണ്ടായിരുന്നോ? കണ്ടു. അത് മതി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബോയിങ്ങിന്റെ എക്സ്പീരിയൻസ്? ഒരു മിനി അമ്യൂസ്മെന്റ് പാർക്കിൽ ഞങ്ങൾ അങ്ങനെ മിനിയിൽ ഒതുക്കാൻ താല്പര്യമില്ല. ഇതൊരു വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെയാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും ഇവിടെ വരണം, ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം, ഒരു ദിവസം അടിച്ചു പൊളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. സോ അതിനുള്ള അവസരമുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ സ്വന്തം ബയോഡേറ്റ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി വീഡിയോ എടുക്കുക. ദീപം പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ആയിട്ട് അയക്കുക. അപ്പോൾ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഇവിടെ നിന്നിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. 8089279522 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും സെൽഫി വീഡിയോ ഇപ്പൊ തന്നെ അയക്കുക. ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്ന് മത്സരിച്ച് അടിച്ച് പൊളിച്ച് തിമിർത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. ഇനി നമുക്ക് അറിയേണ്ട നിമിഷം എന്ന് പറഞ്ഞാൽ മാർക്കാണ്. ആദ്യത്തെ മത്സരം സവാരി ഗിരി കഴിയുമ്പോൾ ടീം എ മേടിക്കുന്ന 300 പോയിന്റ്സ്, ടീം ബിക്ക് 0 പോയിന്റ്സ്. നല്ലൊരു കൈയടി പ്ലീസ്. രണ്ടാമത്തെ മത്സരം തോമസ് കുട്ടി വിട്ടോടെ റൗണ്ട് കഴിയുമ്പോൾ ടീം എ നേടിക്കുന്ന 50 പോയിന്റ്സ്, ടീം ബി 100 പോയിന്റ്സ്. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരം, അത് കഴിയുമ്പോൾ ടീം എ നേടിക്കുന്ന 400 പോയിന്റ്സ്, ടീം ബി 600 പോയിന്റ്സ്. ഗുഡ്, അതെല്ലാം നന്നായിരുന്നു, അവിടെയൊക്കെ നന്നായിരുന്നു. അവസാന മത്സരത്തിൽ ഒരു ടീം മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. 750 പോയിന്റ്സിൽ ടീം എ വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി. എന്തായാലും ഈ മത്സരത്തിൽ പ്രേക്ഷകരിൽ നിന്ന് വന്നിരിക്കുന്ന ഈ കണ്ടസ്റ്റൻസ് വളരെയധികം ടാലന്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. കുറെ നർത്തകർ ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്തൊരു ചെറിയ മത്സരമാണ്. രണ്ട് ടീമിലും ഡാൻസേഴ്സ് ഉണ്ട്. സോ പാട്ടിട്ട് തരും, നിങ്ങൾ നന്നായിട്ട് കളിക്കുക, അത് കഴിഞ്ഞ് ടീമിൽ കളിക്കുക. രണ്ട് ടീമും ഗംഭീര ഡാൻസേഴ്സ് തന്നെയാണ്. സപ്പോസ് ഇതൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ രണ്ട് ടീമും കട്ടക്ക് തന്നെ. ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ വെറുതെ പോകാൻ പറ്റത്തില്ല. ആഘോഷിക്കുക, അടിച്ചു പൊളുക്കുക, തിമിർക്കുക. ഇന്നത്തേക്ക് ഞങ്ങൾ ബൈ പറയാണ്. This is Boing and Deepan signing off. And Suraj. Good night. Bye bye. Take care.